നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിലൂടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ആകർഷിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കേൾക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി, അതുപോലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, ഇവയൊക്കെ ആയിട്ട് മാച്ചായി വരുന്ന കാര്യങ്ങളെ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയും പ്രിയപ്പെട്ടതായത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഇത്രത്തോളം സ്നേഹം തോന്നാനുള്ള ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വിഷമഘട്ടത്തിൽ നിങ്ങൾ പറയാതെ പോലും നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി വന്ന് നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സങ്കടങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ആളായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ പുറമേ നിങ്ങളത് ആരോടും പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി, നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി വന്ന വ്യക്തി, അതായത് നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് പറയാതെ പോലും അവരത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള താല്പര്യം, പ്രതീക്ഷയൊക്കെ വളർത്തിയെടുക്കാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് അവർ നിങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ടതായതും നിങ്ങൾക്ക് അവരെ ഇത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്നതും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും, ഒരിക്കലും ഓർമ്മയിലേക്ക് കടന്നു വരരുത് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും എന്നേക്കുമായിട്ട് മറക്കാൻ ഈ വ്യക്തിയുടെ വരവ് നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മറന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിങ്ങളിൽ കൂടുതൽ സന്തോഷം നിറയ്ക്കാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ജീവിതത്തിലുടനീളം ഈ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ കയറിക്കൂടുന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് എനർജി കടന്നു വരാറുണ്ട്. നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റി അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി, നിങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി നിങ്ങളോടൊപ്പം താങ്ങും തണലുമായിട്ട് നിൽക്കാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണാൻ ഈ വ്യക്തി മൂലം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മുമ്പുള്ളതിനേക്കാൾ ധാരാളം മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സംസാരത്തിലായാലും നിങ്ങളുടെ പെരുമാറ്റത്തിലായാലും ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പോലും അറിയാതെ വളരെയധികം പ്രസന്നത നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിനുള്ള ഒരു കാരണം തന്നെ ഈ വ്യക്തിയാണ്. അതിനാലാണ് നിങ്ങൾക്ക് അവരോടും ഇത്രയധികം ആകർഷണം തോന്നുന്നത്. ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അവരുടെ സംസാരം നിങ്ങളിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പക്വത നിറഞ്ഞ ഒരാളാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകാൻ, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ജീവിതം എപ്പോഴും സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ് എന്ന് ഒരിക്കലും
പറയാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയും പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. പക്ഷേ അതിനിടയിലും അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരിലെ ഈ ഒരു സ്വഭാവം നിങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലാണ് ഈ വ്യക്തി ഉള്ളത് എന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ വ്യക്തിയിൽ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉള്ളിലൊതുക്കി ആണ് മുമ്പ് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളായാലും പ്രശ്നങ്ങളായാലും ഒക്കെ ഈ വ്യക്തിയോട് തുറന്നു പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ വ്യക്തി അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങളോടായാൽ പോലും അവരങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്നും തുറന്ന് പറയാറില്ല. പക്ഷേ നിങ്ങൾ എല്ലാം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയാണ് പരിഹരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ വ്യക്തി. അതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനും സ്വയം തീരുമാനിക്കാനുമൊക്കെ അവർക്ക് സാധിക്കുന്നുമുണ്ട്. അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ആരോടും തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതാണ്, അല്ലെങ്കിൽ അവർ ഭാഗ്യം ചെയ്തവരാണെന്നുള്ള ഒരു ചിന്തയാണ് മറ്റുള്ളവർക്ക് ഉള്ളത്. പക്ഷേ സത്യത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലും വളരെയധികം സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് അറിവുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ വളരെയധികം ദൈവവിശ്വാസിയാണ്. അവരുടെ വിശ്വാസം പോലെ തന്നെ ഒരു ഈശ്വര ചൈതന്യം അവരിലും അവരുടെ ജീവിതത്തിലും കാണാൻ സാധിക്കുന്നതാണ്. ഏതൊരു കാര്യത്തിനും വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഈ വ്യക്തി. ഇപ്പോൾ എന്ത് കാര്യം ഏറ്റെടുത്താലും ഉത്തരവാദിത്തത്തോടെ ചെയ്തു തീർക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവരിൽ ആകർഷണം തോന്നാനായിട്ട് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഇത്തരം സ്വഭാവങ്ങൾ ഈ വ്യക്തിയിൽ ഉള്ളത് മൂലമാണ് നിങ്ങൾക്ക് അവരെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് അവർ മാറിയതും എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.